സ്കൂൾ വിദ്യാർത്ഥികളെ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് മോചിതരാക്കാൻ കേരള പോലീസ് സൈബർ ഇടത്തിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തും. SPCകളുടെ നേതൃത്വത്തിൽ സൈബർ ടാസ്ക് ഫോഴ്സ് എന്ന പേരിലാണ് പദ്ധതി. ബോധവൽക്കരണം, സാങ്കേതിക പരിശീലനം, കൌൺസിലിംഗ് എന്നിവയായിരിക്കും ഉണ്ടാവുക. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ഗോപാൽ ഷീല സനൽ. കുഞ്ഞുങ്ങളുള്ള ഏത് വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലും സ്മാർട്ട് ഫോണും അതിലെ ആപ്സും എല്ലാം ഏത് ആപ്ലിക്കേഷൻ ആയാലും മാതാപിതാക്കളെക്കാൾ കുട്ടികൾ അതിനോട് പരിചിതരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. കോവിഡ് കാലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നമുക്ക് അവശേഷിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായി അത് മാറുകയാണ്. അതിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോഴത്തെ പദ്ധതി എന്താണ്? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇന്റർനെറ്റിനോടുള്ള അഡിക്ഷൻ അത് പലതരത്തിൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോലും പോകുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യമായി കേരള പോലീസ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കുട്ടികളുടെ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് മോചിതരാക്കാൻ സൈബർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സംസ്ഥാനത്തെ SPCകൾ ഉള്ള 1000-ഓളം സ്കൂളുകളെ ഇതിനായി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കും. ശേഷം SPCകളുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സാങ്കേതിക പരിശീലനം, സുരക്ഷാ പാഠങ്ങൾ, കൗൺസിലിംഗ് അടക്കമുള്ള പദ്ധതികളാണ്, ബോധവൽക്കരണം അടക്കമുള്ള പരിപാടികളാണ് ആദ്യ അക്കാദമിക വർഷം നടപ്പിലാക്കുക. ഓരോ അക്കാദമിക വർഷവും നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത ഇടവേളകൾക്കുള്ളിൽ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ച് അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി അതിൽ മുന്നിൽ വരുന്ന സ്കൂളുകളെ ആദരിക്കുന്നതടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, പോലീസും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ചേർന്ന് ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗരേഖ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ DDAD കൂടാതെ തന്നെ മറ്റ് IMA തുടങ്ങി വിവിധ ആരോഗ്യ, വിദ്യാഭ്യാസ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള വിവിധ വകുപ്പുകൾ കൈകോർത്തുകൊണ്ടുകൂടി തന്നെ അടുത്ത ഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കും. എന്തായാലും വളരെ വലിയൊരു മൂവ്മെന്റ് തന്നെയാണ് ഈ വിഷയത്തെ. ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു നീക്കം തന്നെയാണ്. കേരള പോലീസിന് എല്ലാ അഭിവാദ്യങ്ങളും. അപ്പോൾ ആ ബോധവൽക്കരണം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. അതിന് നമുക്കും എല്ലാ പിന്തുണയും നൽകാം. എല്ലാ ഇടങ്ങളിലും എല്ലാ വീടുകളിലും മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന് പലരും പറയാറുണ്ട്. നമ്മൾ അത് ആദ്യം മുതൽ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങൾ വെച്ച് പോകുന്നതാണ് നല്ലത്.